Hello, dear students. Today we are going to discuss about market segmentation. In the previous class, we already discussed what do you mean by market segmentation, what is the process involved in the market segmentation, what are the importance of market segmentation, what are the variables considered while segmenting market. That we already discussed. I think you have a clear idea about the introduction of market segmentation. Okay. Now we are going to discuss about the important area of market segmentation. That means basis of segmentation of market. എങ്ങനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഏത് തരത്തിലുള്ള ബേസ് ആണ് ഉപയോഗിക്കുക, ബേസസ് ഓർ ടൈപ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. നമുക്കതിനെ ടൈപ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ വിളിക്കാം, അല്ലെങ്കിൽ ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ വിളിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്നത് നമുക്കറിയാം. മാർക്കറ്റ് സെഗ്മെന്റേഷൻ വെച്ചാൽ എന്താ നമ്മൾ പഠിച്ചത്? അതായത് നമ്മളുടെ മാർക്കറ്റ് ഒരു ഹെട്രോജീനിയസ് ആണ്. ഒരുപാട് ഏജ് ഗ്രൂപ്പിലുള്ള, ഒരുപാട് ഇൻകം ഗ്രൂപ്പിലുള്ള, ഒരുപാട് സ്ഥലങ്ങൾ, വ്യത്യസ്ത ലൊക്കാലിറ്റി താമസിക്കുന്ന, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത ആറ്റിറ്റ്യൂഡുകളുള്ള, വ്യത്യസ്ത ഫാമിലിയിൽ ജീവിക്കുന്ന, വ്യത്യസ്ത ലൈഫ് സ്റ്റൈൽ പേഴ്സണാലിറ്റി ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. അപ്പോൾ ഒരു ഉൽപ്പന്നം വിപണിയിൽ നടക്കുന്ന സമയത്ത് ഒരേ ഉൽപ്പന്നമാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ഒരു ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്ന സമയത്ത് ഒരു മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അയാൾ ഓരോ ഉൽപ്പന്നം ഡിസൈൻ ചെയ്തിട്ട് വ്യത്യസ്ത കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വേണ്ടി ആയിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യും? ടോട്ടൽ മാർക്കറ്റിനെ അയാൾ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് തിരിക്കും. ഓരോ കാറ്റഗറിയും ഒരേ സ്വഭാവമുള്ളത്, ഓരോ കാറ്റഗറിയും ഒരു ഹോമോജീനിറ്റി ആയിരിക്കും. പക്ഷെ മാർക്കറ്റ് മൊത്തം ഹെട്രോജീനിയസ് ആയിരിക്കും. അപ്പോൾ ഓരോ ഹോമോജീനിയസ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന രീതിയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. അതാവുമ്പോൾ മാത്രമേ സക്സസ് ആവത്തുള്ളൂ. അതായത് യങ്സ്റ്റേഴ്സിന് ഉപയോഗിക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ സ്റ്റൈൽ ആയിരിക്കില്ല അത് എന്താണ് സീനിയർ ആയിട്ടുള്ള സീനിയർ സിറ്റിസന്റെ സ്റ്റൈല്, അല്ലേ? അതുപോലെ തന്നെ പല ഉൽപ്പന്നങ്ങളും ബേബി പ്രോഡക്റ്റുകളായിരിക്കും, ബേബീസിന് വേണ്ടി മാത്രമായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ പല വെഹിക്കിൾസോ അല്ലെ എന്ത് സാധനം എടുത്താലും അത് വ്യത്യസ്ത തരത്തിലുള്ള ഇൻകം ഗ്രൂപ്പ്സിന് വേണ്ടിയായിരിക്കും. ഇതിനൊക്കെ വേണ്ടിയാണ്. അപ്പം ഈ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിന്റെ, ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പീപ്പിൾസിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഇറക്കുന്നത്. ആ കാറ്റഗറൈസേഷനാണ് നമ്മൾ മാർക്കറ്റ് വിഭജനം അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അതാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യുന്നത്? 4 ബേസസ് ആണ് മാർക്കറ്റ് സെഗ്മെന്റേഷനൊക്കെ പ്രധാനമായിട്ടുള്ളത്. 1 ജിയോഗ്രാഫിക്കൽ ബേസിസ്, 2 ഡെമോഗ്രാഫിക്കൽ ബേസിസ്, 3 സൈക്കോഗ്രാഫിക് ബേസിസ്, 4 ബിഹേവിയറൽ ബേസിസ്. നമ്മൾ ഇന്ന് വീഡിയോയുടെ ലെന്ത് പഠിക്കുന്നത് നമ്മൾ ആദ്യത്തെ 2 ബേസ് ആണ് പഠിക്കാൻ പോകുന്നത്. 1 ജിയോഗ്രാഫിക്കൽ ബേസ്, 2 ഡെമോഗ്രാഫിക് ബേസ്. അടുത്ത സൈക്കോഗ്രാഫിക് ബേസും ബിഹേവിയറൽ ബേസും നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. എന്താണ് ജിയോഗ്രാഫിക്കൽ സെഗ്മെന്റേഷൻ, എന്താണ് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ? ജിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ? മൊബൈൽ ഫോൺ ജിയോ അല്ല. ജിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം, അല്ലെ? വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ലോകം എന്നുള്ളത് വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരാണ് താമസ ലോകത്ത്, അല്ലെ? ഓരോ രാജ്യത്തും വ്യത്യസ്ത തരത്തിലുള്ള കൾച്ചർ, വ്യത്യസ്ത തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ, വ്യത്യസ്ത തരത്തിലുള്ള കാലാവസ്ഥ, വ്യത്യസ്ത തരത്തിലുള്ള ജീവിത രീതിയാണുള്ളത്. അപ്പം ആ അടിസ്ഥാനമാണ് ജിയോഗ്രാഫിക്കൽ എന്നുള്ളത്. ഡെമോഗ്രാഫിക് എന്ന് വെച്ചാലോ വ്യത്യസ്ത തരത്തിലുള്ളവർ, അല്ലെ? നമുക്കറിയാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത ഏജ് തരത്തിലുള്ള ആൾക്കാരുണ്ട്, വ്യത്യസ്ത ഇൻകം, വ്യത്യസ്ത ഫാമിലി ടൈപ്പിലേക്ക്, വ്യത്യസ്ത ഒക്കുപ്പേഷൻ ലെവല്, വ്യത്യസ്ത സമൂഹത്തിലെ എഡ്യൂക്കേഷൻ ലെവല്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡെമോഗ്രാഫിക് വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അങ്ങനെ ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡെമോഗ്രാഫിക് വേരിയബിൾ അനുസരിച്ച് മാറുന്നുണ്ട്. അപ്പൊ ആ 2 കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റും. പിന്നെ സൈക്കോഗ്രാഫിക് കാര്യങ്ങളുണ്ട്, അതൊരു വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു വ്യക്തിയുടെ നേച്ചർ, അത് ഇൻകം അനുസരിച്ചിട്ടൊന്നല്ല, ഒരു വ്യക്തിയുടെ നേച്ചറാണ്, അവരുടെ സ്റ്റൈൽ ഓഫ് ബിഹേവിയർ ആണ് അതിന്റെ സൈക്കോഗ്രാഫി. പിന്നെ ബിഹേവിയറൽ നേച്ചറായിട്ടുള്ള ഓരോരുത്തരുടെ പെരുമാറ്റ രീതി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 4 ടൈപ്പ് ഓഫ് സെഗ്മെന്റേഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ജിയോഗ്രാഫിക് എന്നുള്ളത് വ്യത്യസ്ത റീജിയൻ, വ്യത്യസ്ത രാജ്യങ്ങൾ, വ്യത്യസ്ത സിറ്റി ടൈപ്പ്, പോപ്പുലേഷൻ, ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ, ക്ലൈമറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജിയോഗ്രാഫിക്കിൽ വരുന്നത്. ബ്രീഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെമോഗ്രാഫിക്കിലാണ് ഡെമോഗ്രാഫി ഏജ്, അവരുടെ ജെൻഡർ, അല്ലെ? ആണാണോ പെണ്ണാണോ, ഫാമിലി സൈസ്, ഫാമിലി ലൈഫ് സൈക്കിൾ, അല്ലെ? അതുപോലെ തന്നെ ഇൻകം, കൂട്ടുകുടുംബമാണ്, അങ്ങനെയുള്ള കാര്യം, ഒക്കുപ്പേഷൻ, എഡ്യൂക്കേഷൻ, മതം, വർഗം, അല്ലെ? അവരുടെ പൗരത്വം, ഇതൊക്കെ ഒരു കാര്യമാണ്. സൈക്കോഗ്രാഫിക്കലാണ്
അവരുടെ എന്താണ് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ. വ്യക്തിപരം എന്നുള്ളത് അവരുടെ സോഷ്യൽ ക്ലാസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി അല്ലേ. ഇപ്പോൾ വരുമാനം അനുസരിച്ചുള്ള പേഴ്സണാലിറ്റി നല്ല ആളുകൊണ്ട് വരുമാനം അനുസരിച്ച് മാറണമെന്നില്ല. നല്ല ഇൻകം ഗ്രൂപ്പ്, നല്ല സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആൾക്കാർ വരുമാനം ഇതേപോലെ ഒരേ എന്താണ് അവരുടെ പേഴ്സണാലിറ്റി നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം സോഷ്യൽ ക്ലാസ്, ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ഒരു വ്യക്തിപരമായ സൈക്കോഗ്രാഫിക് ക്ലാസിഫിക്കേഷൻ അത് വരുന്നത്. പിന്നെ ബിഹേവിയർ എന്ന് വെച്ചാൽ അവരുടെ ഒരു സാധനം വാങ്ങാൻ നല്ല നേച്ചറാണ്, പല രീതിയിലുള്ള നേച്ചറാണ് അല്ലേ. അവരുടെ പർച്ചേസ് എത്ര പ്രാവശ്യം നടത്തുന്നു അല്ലേ. എല്ലാ മാസവും വാങ്ങുന്ന ആൾക്കാരുണ്ടാവും ഡ്രസ്സുകൾ അല്ലേ. വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലേ, അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ വാങ്ങുന്ന ആൾക്കാരുണ്ടാകും. പിന്നെ ഓരോ വാങ്ങലിനും അവരുള്ള ബെനഫിറ്റ് എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ. അവരുടെ യൂസർ റേറ്റ്, അവർ ഉപയോഗിക്കുന്ന യൂസേജ് റേറ്റ് അല്ലേ. ഒരു മാസം എത്ര ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു വർഷം എത്ര ഉപയോഗിക്കുന്നു. അതുപോലെ അവർക്ക് ലോയൽറ്റി സ്റ്റാറ്റസ്, അവരത് പ്രത്യേക ബ്രാൻഡിനോടുള്ള അഫെക്ഷനേഴ്സ് അല്ലേ. അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, റെഡിനെസ്, ഇതൊക്കെ അതിനകത്ത് ബിഹേവിയറൽ നേച്ചറിൽ വ്യക്തിപരമായ ചില കാര്യങ്ങളാണ്, വ്യക്തിയുടെ ബിഹേവിയറൽ നേച്ചറുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയും ഈ നേച്ചർ അനുസരിച്ച് മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യാറുണ്ട്, ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ക്ലിയർ? ഫസ്റ്റ് വൺ, ജിയോഗ്രാഫി. ഇൻ ദ ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ അപ്രോച്ച്, മാർക്കറ്റ് ആർ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെന്റ് ജിയോഗ്രാഫിക് യൂണിറ്റ്സ്. ദീസ് യൂണിറ്റ്സ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? രാജ്യങ്ങൾ, സിറ്റികൾ അല്ലെ, റൂറൽ ഏരിയാസ്, അങ്ങനെയുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ, അതുപോലെ തന്നെ സീസൺ നേച്ചർ, സീസണൽ പ്രോഡക്റ്റ്, കോട്ടുകൾ, ഓവർ കോട്ട് അല്ലെ, ബൂട്ട്, വിന്റർ ഗിയർ അല്ലെ, ശൈത്യകാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, അവിടെയൊക്കെ അതൊക്കെ കൂടുതൽ ചിലവാകുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലെയുള്ള തണുപ്പ് പ്രദേശങ്ങളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ വളരെ ലോ ഉള്ള, ഇപ്പോൾ മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ഇത്തരത്തിലുള്ള ഓവർ കോട്ട് ധരിച്ചിട്ട് നമുക്ക് കാണുന്നുണ്ട്. ബിക്കോസ് ദർ ജിയോഗ്രാഫിക്കൽ നേച്ചർ ഇസ് സച്ച് ലൈക്ക് അല്ലെ. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യൻ രാജ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. എന്നാൽ പീപ്പിൾ, അതുപോലെ തന്നെ ബീച്ചസിൽ താമസിക്കുന്ന ആൾക്കാർ അവിടെ കൂടുതലും സ്വിമ്മിങ് ഡ്രസ്സുകൾ കൂടുതലും അവിടെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പം ജിയോഗ്രാഫിക് അനുസരിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ അല്ലെ മാർക്കറ്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നുണ്ട്. അത്തരം ക്ലാസിഫിക്കേഷനാണ് ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഡിവൈഡ് ദ മാർക്കറ്റിന് ഡിഫറെന്റ് ജിയോഗ്രാഫിക്കൽ യൂണിറ്റ് അല്ലെ, രാജ്യങ്ങൾ തമ്മിൽ, അതുപോലെ തന്നെ റീജിയൻസ്, വ്യത്യസ്ത ഏരിയകൾ, പാരിഷസ്, സിറ്റീസ്, നൈബർഹുഡ്സ് അല്ലെ, നമ്മുടെ അടുത്ത പ്രദേശങ്ങളെന്നും സിറ്റി എന്നും റൂറൽ എന്നും സെമി അർബൻ എന്നും ഒക്കെ തിരിക്കാറുണ്ട് അല്ലേ. നമുക്ക് രാജ്യങ്ങളിൽ തന്നെ വെസ്റ്റേൺ യൂറോപ്പ് എന്നും മിഡിൽ ഈസ്റ്റ് എന്നും പസഫിക് ഏരിയ എന്നും ചൈന എന്നും ഇന്ത്യ എന്നും കാനഡ എന്നും മെക്സിക്കോ എന്നും അല്ലേ. അതുപോലെ തന്നെ ഈ പിന്നെ രാജ്യങ്ങൾ തന്നെയാണ് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യ, നോർത്ത് ഏഷ്യ, ഇങ്ങനെയൊക്കെ തിരിക്കുന്നുണ്ട് അല്ലേ. യൂറോപ്പ് അല്ലേ, ലാറ്റിൻ അമേരിക്ക, ഇങ്ങനെയൊക്കെ തിരിക്കുന്നുണ്ട്. ഡെൻസിറ്റി അനുസരിച്ച് അർബൻ, സെമി അർബൻ, റൂറൽ, ഇങ്ങനെയൊക്കെ നമ്മൾ തിരിക്കാറുണ്ട്. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ജിയോഗ്രാഫിക് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിലാണ് ഉൽപ്പന്നങ്ങൾ, ഈ ഒരു സെഗ്മെന്റേഷൻ നമ്മൾ നടത്താറുണ്ട്. അതായത് നമുക്കറിയാം ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കില്ല. ഇപ്പം എന്താണ് പല ഉൽപ്പന്നങ്ങളും വിദേശ രാജ്യത്തിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ അവിടെ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഉൽപാദകൻ അത്തരം ഉൽപ്പന്നങ്ങൾ ആ ഒരു രാജ്യത്തിന്റെ നേച്ചർ അനുസരിച്ച് വിപണിയിൽ ഇറക്കുന്നുണ്ട് അല്ലേ. സിറ്റികളിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ചിലപ്പോൾ ഗ്രാമപ്രദേശത്ത് അതിന് ഡിമാൻഡ് കാണില്ല, അപ്പോൾ അവിടെ ഇറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് മാർക്കറ്റ് ഏരിയ അനുസരിച്ച്, ജിയോഗ്രാഫിക്കൽ അനുസരിച്ച് സെഗ്മെന്റ് ചെയ്തത്. താഴെ പറയപ്പെടുന്ന രീതിയാണ് റീജിയൻ അനുസരിച്ച്, സൈസ് ഓഫ് മെട്രോപൊളിറ്റൻ ഏരിയ, അതായത് പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ, പോപ്പുലേഷൻ സാന്ദ്രത അനുസരിച്ച് അർബൻ, സെമി അർബൻ, റൂറൽ ഏരിയ, അതുപോലെ ക്ലൈമറ്റ് അടിസ്ഥാനത്തിൽ, ഇങ്ങനെയൊക്കെ വെതർ പാറ്റേൺ അനുസരിച്ചൊക്കെ നമുക്ക് മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യാം. ഇങ്ങനെ ജിയോഗ്രാഫിക്കൽ നേച്ചറായിട്ടുള്ള റീജിയൻ, പോപ്പുലേഷൻ്റെ സൈസ്, പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി, ക്ലൈമറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ. ജിയോഗ്രാഫിക് ഫാക്ടർ നമ്മൾ പഠിച്ച് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അവിടുത്തെ ഓരോ രാജ്യത്തെയും വേ ഓഫ് ലിവിങ്, കൾച്ചർ, പർച്ചേസിംഗ് പവർ, ടൈപ്പ് ഓഫ് ഹൗസസ് ആൻഡ് റൂൾസ്, ഓരോ രാജ്യത്തെ വീടുകൾ, റോഡുകൾ, ഇതൊക്കെ വ്യത്യസ്തമാണ് അല്ലേ. മെനി ബിസിനസ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് ഹാവ് ഡിഫറെന്റ് പ്രോഡക്ട്സ് ഫോർ ഡിഫറെന്റ് കൺട്രീസ്. ഓരോ രാജ്യത്തെയും ആവശ്യമായിട്ടുള്ള വ്യത്യസ്തത്തിൽ, ഇപ്പം നമ്മുടെ രാജ്യത്ത് കൊക്കോക്കോള കിട്ടും, വിദേശ രാജ്യങ്ങളിൽ കിട്ടും. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന കൊക്കോക്കോള എന്നുള്ളത് വളരെ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണെന്ന് എല്ലാവരും പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കുറവാണെന്നാണ് കിട്ടുന്നത്. കാരണം ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് രാജ്യങ്ങൾ, അപ്പോൾ ഓരോ ഉൽപ്പന്നം, ഇപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ കയറ്റുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങളും വിദേശ രാജ്യങ്ങൾ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായാലും അവർ റിജക്ട് ചെയ്യും, അതവിടെ എടുക്കില്ല. അപ്പോൾ അത്രയും ക്വാളിറ്റി സൂക്ഷ്മത നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓരോ രാജ്യത്തെ സ്റ്റാൻഡേർഡ് വ്യത്യസ്തമാണ്. അപ്പോൾ ഉൽപാദകർ ഓരോ രാജ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇറക്കുന്നത്. ഉദാഹരണത്തിന് മാഗി സൂപ്പുകൾ
നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റ്സ് അനുസരിച്ചുള്ള സൂപ്പ് ആയിരിക്കില്ല വിദേശ രാജ്യത്ത് ഉപയോഗിക്കുന്നത് അല്ലേ. ചൈനയിലൊക്കെ പോയാൽ അവർ പലതരത്തിലുള്ള പ്രാണികളെയും അല്ലെ ഉരകങ്ങളെയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ടേസ്റ്റ് വ്യത്യാസമാണ്. അതുപോലെ തന്നെ കമ്പനി മേ പ്രൈസ് ഗുഡ്സ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. പല രാജ്യത്ത് പല വിലയാണ്. കൊക്കോക്കോളയൊക്കെ ആണെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിലും അത് കൊടുക്കും കുടിക്കാൻ. അവർ ഇവിടെ ആണെങ്കിൽ ഓരോ ബോട്ടിലാണ് പൈസ. അവിടെ ഡ്രിങ്ക് ഫ്രീ ആണ്. കൊക്കോക്കോള നമ്മളൊരു ഡിഷ് കഴിക്കുമ്പോൾ അതിനോടുള്ള ഡ്രിങ്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. കൊക്കോക്കോള വെള്ളം കൊടുക്കുന്ന കണക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള, അപ്പം അവിടുത്തെ ക്വാളിറ്റി, അവിടുത്തെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യസ്തമാണ്. ആ സാധനം നമ്മുടെ വിപണിയിൽ കിട്ടുന്ന സമയത്ത് അതിന് പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടെന്ന് നമ്മുടെ ആരോഗ്യ വിദഗ്ധർ പറയാറുണ്ട് അല്ലേ. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള രാജ്യങ്ങളുടെ കാറ്റഗറി കൾച്ചർ അനുസരിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാറുണ്ട്. മെയിൻലി ബിസിനസ് സെഗ്മെന്റ് ദെയർ മാർക്കറ്റ് അക്കോർഡിംഗ് ടു ക്ലൈമറ്റ്. ഡ്രസ്സുകൾ, ക്ലോത്തുകൾ യൂറോപ്യൻ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെയുള്ള പ്രദേശങ്ങളിലും അല്ലേ, മഞ്ഞൊക്കെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ പറയപ്പെടുന്ന ഓവർകോട്ട് അല്ലേ, ഇതിനൊക്കെ ജാക്കറ്റിനൊക്കെ വളരെ ഡിമാൻഡുണ്ട്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് അവർ കേന്ദ്രീകരിക്കും, ബ്ലാങ്കറ്റുകൾ അല്ലേ. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ കൂടുതലും ഡിമാൻഡ് ആ ഏരിയയിലാണ്. അപ്പോൾ സെഗ്മെന്റേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ വെതർ. രണ്ടാമത്തേതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ജീവിതത്തിൽ ഡെമോഗ്രാഫി അല്ലെ. ഡിഫൈൻ ദ മാർക്കറ്റ് അക്കോർഡിംഗ് ടു ദ ഡെമോഗ്രാഫിക് വേരിയബിൾ. ഡെമോഗ്രാഫി എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള അല്ലെ, നമ്മുടെ ഓരോ വയസ്സ് അല്ലെ, ജെൻഡർ, ഇൻകം, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, ഒക്കുപ്പേഷൻ, റിലീജിയൻ എക്സെട്ര അല്ലേ. ഇപ്പം 5 വയസ്സുള്ള കുട്ടി ആഗ്രഹിക്കുന്നതല്ല 10 വയസ്സുള്ള കുട്ടി ആഗ്രഹിക്കുന്നത്, 10 വയസ്സുള്ള കുട്ടി ആഗ്രഹിക്കുന്നതല്ല 50 വയസ്സുള്ള കുട്ടി. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ. 9 വയസ്സ് താഴെ ആൾക്കാർ, ടീനേജ്, യങ്സ്റ്റേഴ്സ്, ബേബി ബൂമേഴ്സ് എന്ന് വെച്ചാൽ ബേബി ബൂമേഴ്സ് 1945 കാലഘട്ടത്തിൽ 64 കാലഘട്ടത്തിൽ ജീവിച്ച 60 വയസ്സിന് മുകളിൽ ബേബി ബൂമേഴ്സ്, സീനിയേഴ്സ് അല്ലേ, ജെൻ എക്സ്, ജെൻ വൈ എന്നൊക്കെ ഉള്ള പല കാറ്റഗറി ഉണ്ട് അല്ലേ. ജെൻ ആൽഫ 2000 ശേഷം ജെൻ ആൽഫ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഡെമോഗ്രാഫിക് നേച്ചർ എന്ന് വെച്ചാൽ ഈ വയസ്സായ ഏജിന്റെ അടിസ്ഥാനത്തിൽ അത് ഫീമെയിലിന്റെ കാറ്റഗറി ആൾക്കാർ ഉപയോഗിക്കുന്നതായിരിക്കില്ല ജെൻസിന്റെ. പെർഫ്യൂം ആണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും അവരുടെ ഉപയോഗിക്കുന്നതായിരിക്കില്ല ജെൻസ് ഉപയോഗിക്കുന്നത് അല്ലേ. അതേപോലെ ജോലി, ഒക്കുപ്പേഷൻ അല്ലെ, ഒരു ടീച്ചർ ഉപയോഗിക്കുന്ന ഇതായിരിക്കില്ല ഒരു കർഷകർ ഉപയോഗിക്കുന്നത് അല്ലെ. മതത്തിൽ നമുക്കറിയാം റിലീജിയസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒരിടത്ത് ഉപയോഗിക്കുന്നതായിരിക്കില്ല മറ്റിടത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ വർഗം അല്ലെ, വിദ്യാഭ്യാസ നിലവാരം, ഇതൊക്കെ പ്രധാനമായിട്ടും ഡെമോഗ്രാഫിക് കാറ്റഗറിയാണ് അല്ലെ. ചില ആൾക്കാർ മുണ്ടൊക്കെയാണ് എടുക്കുന്നത്, ചില ആൾക്കാർ പാൻറ്റേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് തെങ്ങ് കയറാൻ പോകുന്ന ആള് പാൻറ്റും ഇൻഷർട്ട് ചെയ്ത് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും എന്താണ് അവരുടെ കൾച്ചർ ഓഫ് ഡ്രസ്സ് അല്ലെന്നാണ് നമ്മുടെ ഒരു ധാരണ അല്ലേ. പക്ഷെ നേരെ വെച്ച് കോളേജിൽ പഠിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ലുങ്കിയൊക്കെ കൊടുത്ത് കോളേജിൽ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നമുക്കത് തോന്നാം. അപ്പം ഓരോ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒക്കുപ്പേഷനും ഓരോ നേച്ചർ ഓഫ് ഡ്രസ്സുകളുണ്ട്. അപ്പം അങ്ങനെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള നേച്ചറിന്റെ ക്ലാസ് ഡെമോഗ്രാഫി. മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു സ്മാൾ സെഗ്മെന്റ് ബേസ്ഡ് ഓൺ ഡെമോഗ്രാഫിക് വേരിയബിൾ. ഏജ്, ജെൻഡർ, ഇൻകം, ഒക്കുപ്പേഷൻ, എഡ്യൂക്കേഷൻ, സോഷ്യൽ ക്ലാസ്, ഫാമിലി സൈസ്, ഫാമിലി ലൈഫ് സൈക്കിൾ, ഹോം ഓണർഷിപ്പ് അല്ലേ, അവരുടെ വീട്, അവരുടെ എവിടെയാണ് താമസിക്കുന്നത്, മതം, അവരുടെ വർഗം, അവരുടെ നാഷണാലിറ്റി അല്ലേ. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരാളാണ് യൂറോപ്പിൽ പോയി താമസിച്ചാലും നമ്മളിപ്പോൾ നമ്മുടെ ബീഫും കപ്പയും കഴിക്കും അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളിവിടെ കഴിക്കുന്ന ആഹാരങ്ങൾ അവിടെ കഴിക്കും അല്ലേ. മത്തിയും കപ്പയും കഴിക്കും. കാരണം എന്താ, നമ്മുടെ നാഷണാലിറ്റി അനുസരിച്ച് നമ്മളതാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൈനയിൽ പോയാലും ഇതായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ചൈനയിൽ പോയാൽ ഈ സാധനം ഇവിടെ കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കേരള റെസ്റ്റോറൻറ്റ് തിരക്ക് നടക്കാറുണ്ട്. ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഫോർ സെഗ്മെന്റ് ഇൻ ദ കസ്റ്റമർ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡെമോഗ്രാഫിക് അല്ലേ. ഒരേ നേച്ചറുള്ള ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളല്ല, വ്യത്യസ്ത കാറ്റഗറി ഓഫ് ആൾക്കാർ, വയസ്സായ ആൾക്കാർ, ചെറുപ്പക്കാർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, സ്വന്തമായി വീടുകൾ, സ്വന്തമായി വീടില്ലാത്തവർ, ഇൻകം കൂടിയവർ, മതം, വ്യത്യസ്ത ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങൾ, വ്യത്യസ്ത റേസുകൾ, വ്യത്യസ്ത രാജ്യങ്ങൾ അല്ലെ, വ്യത്യസ്ത പൗരന്മാർ, ഇങ്ങനെയുള്ള കാറ്റഗറി. കസ്റ്റമർ നീഡ്സ്, വാണ്ട്സ്, usage rate, etc. of all these depending upon the demographic variable, thereby making concern demographic factors while defining market strategy is very crucial. Okay. ഉദാഹരണത്തിന് ഏജ്, വയസ്സിന് 12 വയസ്സിൽ താഴെ 12 കാറ്റഗറി, ആണ്, പെണ്ണ്, കല്യാണം കഴിച്ച ആൾ, കല്യാണം കഴിക്കാത്ത ആൾ, ഡിവോഴ്സ് ആയിട്ടുള്ള, ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാർ അല്ലേ, വിവാഹം, ഭാര്യ ഭർത്താവ് മരിച്ച ആൾക്കാർ അല്ലേ, വരുമാനം 25,000 താഴെയുള്ളത്, അങ്ങനെയുള്ള കാറ്റഗറി. പിന്നെ വിദ്യാഭ്യാസം ഹൈസ്കൂൾ ലെവൽ, ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ലെവൽ, കോളേജ് ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ, ഒക്കുപ്പേഷൻ പ്രൊഫഷണൽ ആകാം, ബ്ലൂ കോളർ ജോലി, വൈറ്റ് കോളർ ജോലി, അഗ്രികൾച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മിലിറ്ററി
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം ഏജ്, ജെൻഡർ, എത്നിസിറ്റി, ഇതൊക്കെയാണ് ഡെമോഗ്രാഫിക് ക്ലാസിഫിക്കേഷൻ, ഒക്കുപേഷൻ, ഇൻകം. ഓക്കെ, ദീസ് ആർ അബൌട്ട് ദ ഡെമോഗ്രാഫിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് 2 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ജിയോഗ്രാഫിയുടെ അടിസ്ഥാനത്തിൽ, അല്ലേ? ഒരു രാജ്യങ്ങളും അല്ലെങ്കിൽ സിറ്റി ഇങ്ങനെയുള്ള നമ്മുടെ ജിയോഗ്രാഫിക് നേച്ചർ അനുസരിച്ചിട്ട്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഡെമോഗ്രാഫിക്, വയസ്സ്, ഏജ്, സെക്സ്, അതുപോലെ തന്നെ ഇൻകം, എഡ്യൂക്കേഷൻ ഇന്നനുസരിച്ച്. ഓക്കെ, അടുത്ത വേരിയബിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസിന്. താങ്ക് യു വെരി മച്ച്.